ഒരുപാട് കൈകളുള്ള ഒരു പെൺകുട്ടിയാണോ അതിന് പിന്നിൽ? ഒരു ആദ്യത്തെ അക്ഷരം വി എന്ന് വെച്ച് തുടങ്ങിയിരുന്നാൽ വി. എന്താ എന്നെ കളിയാ? അല്ലല്ല സീരിയസ്ലി ഡൗട്ട് ഭയങ്കര ഡൗട്ട്. അതിന്റെ മുഖവും നിന്റെ മുഖവും ഒരേപോലെ. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര കുറ്റവാളികളുള്ള ഒരു ടിക്കറ്റ് സ്വന്തമാക്കി. പുരുഷപക്ഷ സിനിമയാണെന്നും പുരുഷന്മാർ മാത്രമേ ഇതിന് ഇന്റർവ്യൂ കൊടുക്കുള്ളൂ എന്നൊന്നും ഇല്ല. എന്തുമാത്രം എഫേർട്സ് എടുത്താണ് ഈ കല്യാണമൊക്കെ നടക്കുന്നത്. അത് മറന്ന് ആരെങ്കിലും പ്രവർത്തിക്കുന്നത് ശരിയാണ്? ഒരു മകനോ മകളോ ഈ വിവാഹ ജീവിതത്തെ കാലുകൊണ്ടിങ്ങനെ തട്ടിത്തെറിപ്പിച്ചാൽ അവരുടെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വിഷമം ആലോചിക്കുന്നു. നല്ല സിനിമ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഇല്ല. മികച്ച സംവിധായകരുടെ, മികച്ച കഥാകൃത്തുക്കളുടെ, മികച്ച നടന്മാരുടെ സിനിമകളും മോശം സിനിമകളും വന്നിട്ടുണ്ട്. ഒരു ഹീറോയുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ആസിഫിന്റെ അല്ല ഏത് ഹീറോയുടെയും യെസ് സന്തോഷത്തോടെ പറയാം, നോ പറയുന്നത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്താണ് നോ പറയേണ്ടി വരിക. സദ്യ കഴിക്കുന്നത് എടുക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ പേര് ഓടിപ്പോയി ആദ്യത്തെ പന്തിയിലിരിക്കുന്നു. പക്ഷെ 5 പേർക്കുള്ള ഇലയേ ഉള്ളൂ എന്നുള്ളത്. ഇത്രയും നാളത്തെ കരിയറിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഇതില് ആ ഒരു കോൺഫിഡൻസ് ഫാക്ടർ എന്തായിരുന്നു? ആസിഫ് ഉണ്ടല്ലോ പള്ളിയിൽ അച്ഛനായിട്ടാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പള്ളിയിൽ വെച്ച് വേഷം ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. സ്വഭാവം വെച്ച് യഥാർത്ഥത്തിൽ പള്ളിയിലെ നേരത്തെ ചെയ്യണം. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് കൂടി ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയാണോ ആഭ്യന്തര കുറ്റവാളി? നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? അങ്ങനെയൊന്നുമല്ല. പുരുഷന്മാർക്ക് വേണ്ടി കൂടി സംസാരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അതെ, സംസാരിച്ചിട്ടുള്ളതുമാണ്, സംസാരിക്കപ്പെടേണ്ടതുമാണ്. ആണ്. നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്താ നമ്മൾ കുറേ പണ്ട് കണ്ടിട്ടുള്ള പോലത്തെ കല്യാണ വീടുകളിലേക്ക് ഒരു സീൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. 80s 90s കാണുന്ന കല്യാണ വീടുകളും അങ്ങനത്തെ ഒരു പോസ്റ്ററൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണോ? കല്യാണം ആണ്. കല്യാണമായിട്ട് ബന്ധമുണ്ട്. ഇത് മറ്റേ അശ്വമേധ. ഞാൻ പറയാൻ പോകുന്നത് രാജസൂയ. മൂന്നാമത്തെ ചോദ്യം. അതെ കറക്റ്റാ. ഭയങ്കര അയ്യോ അങ്ങനല്ല. അങ്ങനെയാണ്. അസീസൊക്കെ എന്തോ എന്നോട് മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. ഒരുപാട് കൈകളുള്ള ഒരു പെൺകുട്ടിയാണോ അതിന് പിന്നിൽ? ആണോ? അതെ അതെ. അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെയാണെങ്കിൽ പക്ഷെ വേറെ കാര്യം, ഇത്ര ഇന്റർവ്യൂ കഴിഞ്ഞാലും കറക്റ്റാ ചോദിച്ചല്ലേ 2 ചോദ്യം? അതെ കറക്റ്റ്. എന്താ എന്നെ കളിയാ? സീരിയസ്ലി കല്യാണവുമായി ബന്ധപ്പെട്ട സിനിമയാണ്. സിനിമയാണ്. കല്യാണത്തിന് മുൻപ്, കല്യാണത്തിന് പിൻപ്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട. കല്യാണം എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ അല്ലേ കാര്യമല്ലേ, സമൂഹത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു വംശവർദ്ധനവിന് വേണ്ടിയും ഉള്ള ഒരു കാര്യമാണ് ഈ കല്യാണം അല്ലേ. അതിനൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഭയങ്കര ഡൗട്ട്. അല്ല ആസിഫിക്ക കളിയാക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ പോസ്റ്ററിലുള്ള ഞാനോ? അല്ല ആസിഫിക്ക എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, രസകരമായി ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ കളിയാക്കിയാലും ഒരിക്കലും നമ്മുടെ ജഗദീശേട്ടൻ ഒരിക്കലും ഇതുവരെ കളിയാക്കില്ല. അല്ല. അപ്പൊ എല്ലാ ചോദ്യം അങ്ങോട്ട് ആയിക്കോട്ടെ. എല്ലാരും. അപ്പൊ നമ്മുടെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ്സിൽ എന്തെങ്കിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവോ ആസിഫിക്ക? പെർസ്പെക്റ്റീവില് ചേഞ്ച് ഉണ്ടാവും അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ സിനിമയെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സംവിധായകന് ഇതിന്റെ ഫസ്റ്റ് തോട്ട് വന്നത് അദ്ദേഹത്തിന്റെ തന്നെ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ഇൻസിഡൻസിൽ നിന്നാണ്. അപ്പൊ അത് അഡ്രസ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നി. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ അത് സ്ക്രിപ്റ്റ് കുറച്ച് സിനിമാറ്റിക് വേർഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു പുതുമ തോന്നുകയും അത് സിനിമയാക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതെ, എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. കാരണം മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കുടിക്കാതിരിക്കുന്നുണ്ട്. ഇല്ല, മലയാളി എല്ലാ കാര്യത്തിനും ഒരു പക്ഷം പിടിക്കും. ഒരു ആക്സിഡന്റ് നടക്കുന്നു, അത് കണ്ടിട്ടുള്ള ആൾ 2 പേരായിരിക്കും. ബാക്കിയുള്ളവർ വന്നിട്ടെല്ലാം തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് അയാളുടെ പുറത്താണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇയാളുടെ പുറത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങും. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്
അങ്ങനെ പക്ഷം പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു പ്രശ്നം മനസ്സിലാക്കണം. ഇതിൽ സഹദേവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ സഹദേവൻ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. വെളിയിൽ നിന്ന് പുറത്തു നിന്ന് ഒരാൾക്ക് അത് സഹദേവൻ പറയുന്നത് 100% കറക്റ്റാണ് അല്ലെങ്കിൽ 100% തെറ്റാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഒരു പ്രശ്നം മനസ്സിലാക്കണം, സഹദേവൻ്റെ മനസ്സ് മനസ്സിലാക്കണം, സഹദേവന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. അതിനു മുമ്പ് ധൃതി വെച്ച് സഹദേവനെ പ്രതിയാക്കരുത്. സമൂഹം ഒരാളെ കുറ്റവാളിയാക്കരുത്. കുറ്റവാളിയാക്കുന്നതിന് മുമ്പ് അയാളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് വളരെ ക്ഷമയോടുകൂടി നമ്മൾ കാണണം. ഇത് കാണാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ. സഹദേവൻ ചെയ്തത് ശരിയാണോ, സഹദേവൻ ആഭ്യന്തര കുറ്റവാളിയാണോ, ആണെന്നും പറയാം അല്ലെന്നും പറയാം. അയാളുടെ അതൊക്കെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്തായിരുന്നാലും സഹദേവന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് സമൂഹം കേട്ടേ പറ്റൂ. അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സഹദേവന് പറയാനുള്ളത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണെങ്കിലും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കൊരു താല്പര്യം ഉണ്ടാവും. സഹദേവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മളൊരു താല്പര്യത്തോടെ ഇരിക്കും. അല്ല ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുക, നമ്മളെയൊക്കെ രസിപ്പിക്കുക, അതൊക്കെ അതിനകത്തുണ്ടാവും. ഡെയിലി രാവിലെ മൈക്കെടുത്ത് ജംഗ്ഷനിലൊന്നും പറയുന്ന സഹദേവനല്ല. ഡെയിലി രാവിലെ മൈക്കെടുത്ത് വെച്ചിട്ട് ജംഗ്ഷനല്ലേ എന്ന് പറയുന്ന സഹദേവനല്ല. ഇതൊരു ജീവിതമാണ്, റിയൽ ലൈഫാണ്. റിയൽ ലൈഫായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ ഈ ഒരു സിനിമയുടെ മീൻസ് നമുക്കിപ്പോ എന്തായാലും പ്രൊമോഷനാണ്, അപ്പൊ കഥ ഒരുപാട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്റെ പേര് നീ പറയരുത്, അത് സസ്പെൻസ്. ഒരു ക്ലൂ തരാം. പേര് പറയാം. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്ത ആളാണ്. എല്ലാം അറിയാം, സ്ക്രിപ്റ്റ് വായിച്ചല്ലേ. പക്ഷേ യൂദാസ് അല്ല, ഇവിടെ യു ദാസ് ആണ്. അത്രേ ഉള്ളൂ. യൂദാസ് അല്ല, ഉലഹന്നാൻ മകൻ ദാസ്. ഞാൻ ആസിഫിക്കയുടെ ഫ്രണ്ടാണ്. ഞാനും അസീസിക്ക്. അതാണ് ഇനി അസീസിന്റെ പേര് എനിക്ക് ക്ലൂ ഉണ്ടോ? എന്റെ ക്യാരക്ടർ മേരെ പ്യാരെ പ്യാരെ അല്ല, ഞാൻ സമൂഹത്തിൽ എല്ലാവർക്കും നന്മകൾ ചെയ്യുന്ന. ദേശത്ത് പരിശോധിക്കുന്ന ഇനി ആസിഫിന്റെ ക്യാരക്ടറിന്റെ പേര് പറയാം. സഹിക്കുന്ന ഒരു ഈശ്വരന് തുല്യനായിട്ട്. കറക്റ്റ്. ഇനി എന്റെ ഒരു കാര്യം പറയാം. ലോകത്തിന് പര്യായം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാഥൻ, ലോകത്തിന്റെ പര്യായം ഉണ്ടല്ലോ, അതിന് നാഥൻ, ഒരു നാഥൻ. അപ്പൊ ആരായിരിക്കും ലോകത്തിന്റെ പര്യായം? എന്തൊക്കെ പറയാം? ലോകനാഥന, ലോകനാഥൻ അല്ലെങ്കിൽ അതേപോലെ യെസ് അടുത്ത് വരും ലോകനാഥൻ അല്ലെങ്കിൽ ഭൂമിനാഥൻ. വരട്ടെ. ലോകം, ഭൂമി മാത്രമല്ല, ലോകത്തിലെല്ലാം. വേൾഡ് നാഥൻ. മലയാളത്തിൽ പ്രപഞ്ചമോ? അല്ലല്ലോ. അത് പിടിക്കാം. ഒരു ആദ്യത്തെ അക്ഷരം വി എന്ന് വെച്ച് തുടങ്ങിയിരുന്നാൽ വി. ഒരു പാട്ടൊക്കെ ഉണ്ട്. കാക്കുന്ന നാദ. മുരളി എന്ന അനശ്വര നടൻ ഒരു കഥാപാത്രത്തിന് വിളിക്കുന്നുണ്ട്. വിശ്വം എന്ന് വിളിക്കുന്നു. ആഭ്യന്തര കുറ്റവാളികളുള്ള ഒരു ടിക്കറ്റ് സ്വന്തമാക്കി. അപ്പോ 4 ക്യാരക്ടേഴ്സിന്റെ പേര് കിട്ടി. യൂദാസ്, വിശ്വനാഥൻ, സഹദേവൻ, ദേശവാസിയോ? എന്റെ പേര് ക്യാരക്ടറിന്റെ പേരല്ല, എന്നെ അറിയപ്പെടുന്ന ആ പേര് വ്യക്തമാക്കുന്നില്ല. ദേശവാസിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം നമുക്ക് എല്ലാ നാട്ടിലും കാണപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അതെ. അത് സഹദേവന്റെ ഇടവും വല്ലവുമാണ്. സഹദേവന്റെ വളരെ കൊച്ചു ലോകമാണ്. സുഹൃത്തുക്കളും അച്ഛനും അമ്മയും, അതാണ് സഹദേവന്റെ ലോകം. ആ ലോകത്തിലേക്ക് വരുന്ന പുതിയൊരു അതിഥി, ആ അതിഥിയായിട്ട് സഹദേവന് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുന്നതും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതും എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ. അപ്പം സഹദേവന്റെ ഒരു എന്താ പറയാ വഴികാട്ടിയാണോ ഈ പുള്ളിക്കാരൻ? അങ്ങനെയും പറയാം. വഴി കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ എന്നുള്ളതാണ്. സീസിക്കാക്ക് ഇങ്ങനെ ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു റിയൽ ലൈഫില്? വഴികാട്ടിയോ? ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ഒരു വഴികാട്ടി അങ്ങനെ എടുത്ത് പറഞ്ഞാൽ മറ്റേ വഴികാട്ടിക്ക് വിഷമം വരും. നിങ്ങൾ ഈ ഒരു ഫുൾ സെറ്റിംഗ് തന്നെ ആയിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കൗണ്ടർ അടി ആയിരുന്നോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ടെൻഷനായിരുന്നു എങ്ങനെ അഭിനയിക്കുന്നുള്ള ടെൻഷനിൽ കൗണ്ടർ അടി. റൂമിൽ വരുമ്പം ഇതൊക്കെ തന്നെയാണ്, പക്ഷെ ലൊക്കേഷനിൽ കൗണ്ടർ അടിയൊന്നുമില്ല.
ഇപ്പൊ ജഗദീഷ് ചേട്ടൻ ഇതിനകത്ത് വീണ്ടും ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കുറെ കോർട്ട് റൂം സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് എന്താ ഇതിൽ ഡിഫറെന്റ് ആക്കി കാണിക്കുന്നത്? ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇതിൽ നായകനുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു അഡ്വക്കേറ്റാണ്. നായകൻ പറയുന്ന കാര്യങ്ങളിൽ സത്യം ഇല്ല എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ്. എൻ്റെ ഭാഗത്തും പ്രേക്ഷകരുണ്ടാവും. ഞാൻ പറയുന്നു സഹദേവൻ ചെയ്തത് ശരിയല്ല, സഹദേവൻ ചെയ്ത ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. സഹദേവൻ അത് മനസ്സിലാവാത്തത് അതാണ്. സഹദേവൻ ചെയ്തതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്, എന്തിനാണ് സഹദേവനെ കുറ്റവാളിയാക്കിയിരിക്കുന്നത്, ആ സംശയമാണ് സഹദേവൻ സമൂഹത്തിനോടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കാത്തത് എന്താണെന്നുള്ളത്. എൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഞാൻ ബഹുമാനപ്പെട്ട ജഡ്ജിനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. സഹദേവൻ ജഡ്ജിയോടും ഈ സമൂഹത്തോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സമൂഹത്തോട് നിങ്ങളോടും ഒക്കെ ചോദിക്കുകയാണ്. സഹദേവന് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പടം കണ്ടിട്ട് നിങ്ങൾ മറുപടി പറയുക. സഹദേവൻ്റെ കൂടെ നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അത് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ അതും പറയുക. സഹദേവൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഒതുങ്ങരുത്. സഹദേവന്മാർ ഒരുപാട് പേരുണ്ട്. സഹദേവന്മാർക്ക് വേണ്ടിയാണ്, സഹദേവന്മാർക്ക് ലക്ഷക്കണക്കിന് സഹദേവന്മാർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ റിലേറ്റബിൾ ആയിരിക്കും അല്ലേ? ഈ ഒരു തീർച്ചയായിട്ടും ഒരുപാട് പേര് പറയണം, ചർച്ച ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരിക്കാം. ആയിരക്കണക്കിന് അപേക്ഷകളാണ് കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്. ഇതിൽ എത്രത്തോളം ജെന്യുവിനായിട്ട് ചിലപ്പോൾ ഒരു ചർച്ചയിലൂടെ തീരാവുന്നുള്ള വിഷയങ്ങളാണ്. ചിലപ്പം ഒരു ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്തായിരിക്കും, ചിലപ്പോൾ ഭാര്യയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്തായിരിക്കും. ഇതിലൊക്കെ എത്രയോ കേസുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ചില കേസുകളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന കേസുകൾ പോലും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇവിടെ സഹദേവൻ്റെ ഈ വിഷയം ഒരു ഇൻഡിവിജ്വൽ കേസായിട്ട് കണക്കാക്കാതെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾക്കുണ്ടാകാൻ സഹായിക്കുന്ന പടമായിരിക്കും. അപ്പോൾ ഇതിൽ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂ ഫേസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നായികയുടെ കാസ്റ്റിംഗ്? എങ്ങനെയായിരുന്നു? ഇന്റൻഷനലി ഒരു ന്യൂ ഫേസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നതാണോ അതോ നാച്ചുറൽ? അതെ, അത് സേതുവിന് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവരുത് എന്നുള്ളത്. നമുക്കിപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എൻഡിങ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷ വരുമല്ലോ. അപ്പൊ അത്തരത്തിലൊരെണ്ണം ഉണ്ടാവരുത്. ഒരു പുതിയ കുട്ടിയാവുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രഡിക്ഷനിലേക്ക് പോവാതിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ തുളസി എന്ന് പറഞ്ഞ ഒരു ന്യൂ ഫേസ് ആണ്. അപ്പൊ അവരെ പ്രൊമോഷന് കൊണ്ടുവരാത്തത് പോലും സംവിധായകന്റെ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ഇത് പുരുഷപക്ഷ സിനിമയാണെന്നും പുരുഷന്മാർ മാത്രമേ ഇതിന് ഇന്റർവ്യൂ കൊടുക്കുള്ളൂ എന്നൊന്നും ഇല്ല. കഴിയുന്നതും അപ്പൊ കൂടുതൽ അതെ പുതിയ ആളാണെന്ന് ഫീൽ ചെയ്യൂലായിരിക്കും. ഉദാഹരണത്തിന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ, ഇപ്പം ആസിഫിൻ്റെ കൂടെ ഇപ്പം അപർണ ബാലമുരളിയാണ് ആ വേഷം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് അതിൽ നമ്മൾ ആദ്യം മുതൽ പ്രേക്ഷകരെ ആഗ്രഹിച്ചു തുടങ്ങും ഇവരെങ്ങനെയെങ്കിലും ഒന്നിക്കണം. അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. കാരണം സത്യത്തിൻ്റെ കൂടെ പ്രേക്ഷകർ നിൽക്കണം. ഇവിടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ചിന്ത പോയി കഴിഞ്ഞാൽ അയ്യോ പാവം എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും ഒന്നിക്കട്ടെ എന്നൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്തയൊന്നും വരാൻ പാടില്ല. ഇവിടെ സത്യം ജയിക്കണം എന്നാണ് നമ്മുടെ സിനിമ പറയുന്നത്. അല്ല വ്യക്തിപരമായിട്ട് സഹദേവൻ ജയിക്കണമെന്നോ സഹദേവൻ്റെ ഭാര്യ ജയിക്കണമെന്നല്ല പറയുന്നത്. സത്യം ജയിക്കണം എന്നാണ് ഈ സിനിമ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അപ്പോ അസീസിക്ക ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒരു കല്യാണ വീടാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അസീസിക്ക എന്തായാലും അത്യാവശ്യം നല്ലോണം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ഒരു കല്യാണ വീട് സെറ്റില് റിയൽ ലൈഫിൽ കാണുന്ന കല്യാണ വീട് സെറ്റുകളുമായിട്ട് അസീസിക്ക ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്കത് പറയാൻ എന്താണ് പറയേണ്ടത്? കല്യാണ വീട് അങ്ങനെ പക്ഷെ ഒരു പ്രത്യേക സമുദായത്തിൽ നടക്കുന്ന കല്യാണവും അതിനോട് അവരോട് ചിട്ടവട്ടങ്ങളും കുറെ ആചാരങ്ങളും അപ്പൊ അതിൻ്റെതായ കുറെ പുതുമകളും ഉണ്ട്. സഹദേവന് പരിചയമില്ലാത്ത കുറെ സഹദേവന്റെ സാഹചര്യങ്ങളിൽ കണ്ടിട്ടില്ലാത്ത കുറെ പുതിയ ആചാരങ്ങളൊക്കെ സഹദേവൻ കാണുന്നുണ്ട്. അപ്പൊ അവിടെ മുതലുണ്ടാവുന്ന ഒരു പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ട്. പിന്നെ കല്യാണ വീട്ടിലുണ്ടാവുന്ന യൂഷ്വൽ ആയിട്ടുള്ള കുറെ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു കല്യാണ വീട്ടിൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂമും ഇതെല്ലാം ഒരു കണ്ടിന്യൂഷൻ കിട്ടണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു മൂവിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഈ കല്യാണ വേഷത്തിൽ ഡെയിലി കല്യാണ വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്. അപ്പോൾ ഇങ്ങനെ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഈ ഒരു കല്യാണ അറ്ററിൽ?
ഒരു 4 ദിവസം 3-4 ദിവസം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ശരിക്കും അത് നമ്മള് ഇതിന്റെ കല്യാണം ഷൂട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ സ്ഥിരമായിട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമാവാത്ത ഒരുപാട് പേര് ഈ കല്യാണ വീടും ആംബിയൻസും ഈ ഓഡിറ്റോറിയത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ മേജർ സ്റ്റേജിലെ പോർഷൻസും ചെക്കന്റെ വരവും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇനി സദ്യ കഴിക്കുന്നത് എടുക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ പേര് ഓടിപ്പോയി ആദ്യത്തെ പന്തിയിലിരിക്കുന്നതാണ്. അപ്പൊ ഇവര് ശരിക്കും ഓർത്തത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കല്യാണ വീട്ടിൽ പോലെ എല്ലാവർക്കും സദ്യ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ 5 പേർക്കുള്ള ഇലയേ ഉള്ളൂ എന്നുള്ളത് ഷൂട്ടിംഗ് കാണുമ്പോഴവർക്കല്ലേ അതിന്റെ ഗിമ്മിക്ക് മനസ്സിലാവും. അതെ 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 അതെ. അങ്ങനെ കുറെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. ഞങ്ങളും പ്രതീക്ഷിച്ചു ഊണ് കിട്ടും. എന്നിട്ട് കിട്ടിയോ? എന്തെങ്കിലും കിട്ടിയോ ലാസ്റ്റ്? ഉച്ചക്ക് ഊണ് കിട്ടി. സാധാ ഊണ് കിട്ടി. സെറ്റിൽ ആവുന്നുണ്ട്. സെറ്റിൽ ഈ ത്രൂ ഔട്ട് ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു കേട്ടോ? പലയിടത്തായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മേജർ ഇപ്പം ജഗദീഷ് ചേട്ടൻ വരുന്നത് മേജർ ആയിട്ടും കോടതി സീക്വൻസിലാണ്. കുന്നംകുളത്തായിരുന്നു അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. നമ്മള് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് നമ്മള് തൃശ്ശൂര് പെരിങ്ങോട്ട് വരെ. പെരിങ്ങോട്ട് പിന്നെ കട്ടപ്പന. കട്ടപ്പന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ നാട്ടുകളിലൊക്കെ കാണുന്ന യൂഷ്വൽ ഒരു കല്യാണ വീടും ആ ഒരു അല്ല, ഈ സ്ഥലത്തിനേക്കാളും പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ഒരു ചെറുപ്പക്കാരൻ വിവാഹ വേദിയിലേക്ക് കടക്കുന്നത്, അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുള്ള ഒരാളാണ് സഹദേവൻ. ദാമ്പത്യത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളുള്ള സഹദേവൻ. ആ സഹദേവന്റെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു പറയും? എങ്ങനെ സംഭവിച്ചു? മാത്രമല്ല ഇത് കല്യാണം മാത്രമല്ല, കല്യാണം എന്നുള്ള ആ ഒരു ചടങ്ങ് മാത്രമല്ല ഈ സിനിമ. സിനിമ അത് കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ട്. അതിനുശേഷം പ്രശ്നങ്ങൾ ടോട്ടലി 50 പുറത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. 3 ദിവസം കല്യാണമുള്ളൂ. കുറച്ച് കല്യാണമേ ഉള്ളൂ, ബാക്കി അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. അത്രയും ഗംഭീരമായിട്ട് കല്യാണം നടത്തിയിട്ടും ഇത്രയും ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ചിലർ അത് മറന്ന് പ്രവർത്തിക്കുന്നു. ആരാണെന്നുള്ളത് ഞാൻ ഇപ്പം പറയില്ല. അല്ലല്ല, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. എന്തുമാത്രം എഫേർട്സ് എടുത്താണ് ഈ കല്യാണമൊക്കെ നടക്കുന്നത്. അത് മറന്ന് ആരെങ്കിലും പ്രവർത്തിക്കുന്നത് ശരിയാണോ? അതേ ഞാനും പറയുന്നുള്ളൂ. ഭയങ്കര ഡൗട്ട് കേട്ടോ, ഭയങ്കര ഡൗട്ട്. ആസിഫിന്റെ മുഖവും നിന്റെ മുഖവും ഒരേപോലെ. അത് എന്താ പറയുന്നത്, മൊത്തത്തിൽ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ആയി എനിക്ക് സത്യമായിട്ടും. അല്ലല്ല, ഇതിനകത്ത് പകുതി തമാശയായിട്ട് എടുക്കുക. സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛൻ്റെ സ്വപ്നം എന്തുമാത്രം തയ്യാറെടുപ്പുകളോടെ ഒരു മകളെ മണ്ഡപത്തിലേക്ക് ആനയിക്കുമ്പം അയാൾ എന്തുമാത്രം എഫേർട്സ് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ സ്ത്രീധനം എന്നുള്ള വാക്കല്ല, ആഭരണമൊക്കെ ഇട്ട് അതിനുവേണ്ടി ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തി അതിൻ്റെയൊക്കെ ഒരു സംഭവം. ഈ അച്ഛൻ്റെ സന്തോഷം ഒന്നും ആലോചിക്കാതെ ഒരു മകനോ മകളോ ഈ വിവാഹ ജീവിതത്തെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചാൽ അവരുടെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വിഷമം ആലോചിക്കണ്ടേ നമ്മൾ, അല്ലേ? എന്തുമാത്രം സ്വപ്നങ്ങൾ ഈ അച്ഛനമ്മമാർക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൊസൈറ്റിയിലുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ അതിൽ ആരാണ് റെസ്പോൺസിബിൾ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായും പ്രേക്ഷകന് കൊടുക്കുകയാണ്. നമ്മൾ പറയുന്നില്ല ഇതിനകത്ത് സഹദേവൻ ചെയ്തതെല്ലാം ശരിയാണെന്നോ തെറ്റാണെന്നോ സഹദേവൻ പറയുന്നില്ല. സഹദേവൻ ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കള്ളം പറയുന്നില്ല. സഹദേവന് അറിവുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇതിൻ്റെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് ഈ കോടതിയിലെ ജഡ്ജല്ല, പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. സഹദേവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രേക്ഷകന്റെ മനസ്സിലുള്ളത് ജഡ്ജി പറയുന്നു. അതെ. ആസിഫിക്ക ഒരുപാട് വർഷത്തെ ആക്ടിങ് കരിയറായി. അപ്പോൾ ഇത്രയും നാളത്തെ കരിയറിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആസിഫിക്ക ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ആസിഫിക്ക ആ ഏതെങ്കിലും ഒരു മൂവിയുടെ ഒരു സെറ്റിലോട്ട് ആസിഫിക്കക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു പോകണം. പക്ഷെ അത് മാറ്റങ്ങളൊന്നും വരുത്താനല്ല, ജസ്റ്റ് ആ ഒരു മൂവി ഒന്നുകൂടെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, ലൈക്ക് എന്തായാലും നടക്കില്ല, എന്നാലും നമുക്ക് പറയാലോ ഫാന്റസീസ്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ഒരു മൂവി സെറ്റ് ഏതായിരിക്കും? തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കില്ലേ. ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഉണ്ടായ ടെൻഷനും ആദ്യത്തെ സിനിമ സംഭവിക്കുന്നതിന്റെ സന്തോഷവും അതൊക്കെ തന്നെ ആയിരിക്കും. തിരിച്ചു പോകാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻ തന്നെ ആയിരിക്കും. ആ ഒരു മെമ്മറീസിലോട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹവും കാത്തിരിപ്പൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആദ്യത്തെ സിനിമ സംഭവിച്ചത്. അപ്പൊ ആ ലൊക്കേഷനിൽ ഒന്നും കൂടെ പോകാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ആഭ്യന്തര കുറ്റവാളിയിലോട്ട് ഇപ്പം അസീസിക്ക യൂഷ്വലി ഒരു മൂവീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാ അസീസിക്ക കൂടുതൽ ശ്രദ്ധിക്കാറ്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാശ്. ഞാൻ വെറുതെ അതായത് ഇതിന്റെ കണ്ടന്റ് തന്നെയാണ്.
അപ്പോൾ ഇത് ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളിയാണെങ്കിൽ ഞാൻ ഒരു 3 വർഷം മുമ്പ് സേതു എന്നോട് പറഞ്ഞ കഥയാണ്. അപ്പോൾ ഞാൻ ആരാണ് ഹീറോ എന്ന് പറഞ്ഞപ്പം ആസിഫ് എന്ന് പറഞ്ഞു, അന്നേ പറഞ്ഞു ആസിഫാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഞാൻ കഥയും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനിപ്പം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സുഹൃത്ത് അനൂപ് എന്ന് പറയും. അവന് കേട്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അപ്പം ആ സമയത്ത് ജെ നമ്മൾ ചെയ്താടാ, ആ സമയത്ത് ജെ ഇറങ്ങിയില്ലല്ലോ, ചെയ്തല്ലോ. ജെ ഒക്കെ ചെയ്തു. അപ്പം അതൊരു പക്ഷം എന്നല്ല പറയണം, അത് സ്ത്രീകളുടെ വിഷമങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ, പോയിന്റ് ഓഫ് വ്യൂല്. അതുപോലെ ഇത് അതിന്റെ ഒരു വേറെ റിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ ഒരു വേർഷൻ നമ്മൾ അങ്ങനെ അധികം കാണിക്കാത്ത ഒരു വേർഷൻ. അതെ, നമുക്ക് ഉള്ള ഒരു വേർഷൻ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആസിഫായപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എന്താ ചാക്കോച്ചൻ്റെ അടുത്ത മൂവിയാണല്ലോ, അപ്പോൾ എനിക്കത് അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇതില് ആ ഒരു കോൺഫിഡൻസ് ഫാക്ടർ എന്തായിരുന്നു? കറക്റ്റ്, ആസിഫ് ഉണ്ടല്ലോ. ഞാൻ എല്ലായിടത്തും പറയും ഹീറോയ്ക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഹീറോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഓഫ് സക്സസിന്റെ ഷെയറും കിട്ടുന്നത് ഹീറോയ്ക്കാണ്. അവർ ഫിൽട്ടർ ചെയ്യും, അവർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കും. അത് പണ്ട് തൊട്ടേ ഇപ്പം ഞാൻ ഹീറോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ എൻ്റെ തലയിൽ വരും ആ പടത്തിൻ്റെ സക്സസും ഫെയിലിയറും എൻ്റെ തലയിൽ വരും. അതേപോലെ ഇതിൽ ആസിഫ്, അത് ചാക്കോച്ചനാണെങ്കിലും ആസിഫ് ആണെങ്കിലും അവർ കൂടുതൽ ഞങ്ങളെക്കാൾ സപ്പോർട്ടിങ് ആക്ടേഴ്സായ ഞങ്ങളെക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്താൻ ശ്രമിക്കും. ഇത് നന്നാവണം, ഇത് അവരുടെ ഒരു നല്ല റോളായിരിക്കണം, ഇതിൻ്റെ ഒരു സാമ്പത്തിക വിജയം ഉണ്ടാവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഹീറോ തന്നെയായിരിക്കും. അപ്പോൾ ആസിഫ് അടുത്ത കാലത്ത് ചൂസ് ചെയ്തിട്ടുള്ള എല്ലാം നല്ല പ്രോജക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഹീറോയ്ക്ക് ഇത്ര വലിയൊരു പ്രഷർ ഉണ്ടോ ആസിഫിക്ക? പ്രഷർ ഉണ്ടോന്ന് വെച്ചാൽ സിനിമകൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ യെസ് പറയുമ്പോൾ ഒരു സിനിമ സംഭവിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത് ദൈവസഹായം കൊണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകളുടെ ക്വാളിറ്റി, ആ സിനിമ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഒരു പരിധി വരെ അതിന്റെ സെൻട്രൽ ക്യാരക്ടറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ പുറകെ വരുന്നത് കൊണ്ട് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പിന്നെ സിനിമയ്ക്ക് ഒരു ഫോർമുല ഇല്ല, നല്ല സിനിമ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഇല്ല. മികച്ച സംവിധായകരുടെ, മികച്ച കഥാകൃത്തുക്കളുടെ, മികച്ച നടന്മാരുടെ സിനിമകളും മോശം സിനിമകളും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചോയ്സ് കൃത്യമാവുക, അല്ലാതെ കറക്റ്റ് ആവുക എന്നുള്ളത് റിലീസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഹീറോയുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ആസിഫിന്റെ അല്ല, ഏത് ഹീറോയുടെയും യെസ് സന്തോഷത്തോടെ പറയാം, നോ പറയുന്നത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നോ പറയേണ്ടി വരിക. നല്ല പ്രോജക്റ്റ് അല്ലെന്ന് അറിയാം, ഇത് കഥ ശരിയാവുന്നില്ല, കഥയുടെ പോക്ക് ശരിയാവുന്നില്ല, ആകെ കുഴപ്പമാണ്, എങ്ങനെ നോ പറയും? അതാണ് ഒരു ഹീറോയുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, നല്ല അസോസിയേറ്റ് ഡയറക്ടറായിരിക്കും, എത്രയോ വർഷം കൂടെ വർക്ക് ചെയ്ത ആളായിരിക്കും, അയാളുടെ അടുത്ത് നോ പറയുക. നല്ല പ്രൊഡ്യൂസറായിരിക്കും, വേണ്ടപ്പെട്ട പ്രൊഡ്യൂസറായിരിക്കും, അടുത്ത സുഹൃത്തായിരിക്കും, അയാളോട് നോ പറയുക എന്നുള്ളതാണ് അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അങ്ങനെ നോ പറഞ്ഞതുകൊണ്ട് ബന്ധങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ശരിക്കും അത് പറയാനുള്ളൊരു പേടിയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പല ആളുകൾക്കും അത് പറഞ്ഞ ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് എന്നുള്ളത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ അത് നമ്മൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജഗദീഷ് ചേട്ടാ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജഗദീഷ് ചേട്ടൻ ഇപ്പം ഈ അടുത്തായിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര വെർസ്റ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു സിനിമയിൽ കണ്ട ഒരു ഷെയ്ഡ്സും ഇല്ലാത്തൊരു ക്യാരക്ടറായിരിക്കും അടുത്ത ഒരു സിനിമയിൽ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത്രയും വർഷമായി ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ മനസ്സിൽ ഇരിപ്പുണ്ടോ? അത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു ക്യാരക്ടർ? ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ വരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ഒരു അടുത്ത ഒരു ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റിൽ എൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു പള്ളിയിൽ അച്ഛനായിട്ടാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു പ്രോജക്റ്റ് സ്വഭാവം യഥാർത്ഥത്തിൽ പള്ളിയിലച്ഛൻ. അപ്പോൾ അത് അങ്ങനെയുള്ള നമ്മൾ ചെയ്തിട്ടില്ലാത്ത വേഷങ്ങൾ, അതിനകത്ത് നമ്മുടെ മുന്നിലുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം 10-15 പള്ളിയിലച്ഛൻ ചെയ്തിട്ടുള്ളതിൽ 15ലും വൈവിധ്യം കൊണ്ടുവന്നിട്ടുള്ള നെടുമുടി വേണിച്ചേട്ടൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ അത് മനസ്സിലോർത്ത് വേണം നമ്മൾ ഒരു ആദ്യത്തെ വൈദികൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്സ് എടുക്കണം. വൈദികൻ്റെ ആ ഒരു സാത്വിക ഭാവം ഉണ്ടാവണം, അതിനനുസരിച്ച് പറയുന്ന രീതി, പറയുന്നതിലുള്ള ഒരു സമാധാനം, അതിനകത്തൊരു ശാന്തി, അതിനകത്തൊരു സ്നേഹം,
ഇതെല്ലാം ഒരു വൈദികനിലുണ്ടാവണം, പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഒരു ചാലഞ്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മാർക്കോയില്ലേ ആ വില്ലൻ ഒരു ചാലഞ്ചായിരുന്നു. ടോണി ഐസക് എന്ന് പറയുന്നത് അനീഫ് അദേനി പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ചലഞ്ചാണ്. ഇതുവരെ എനിക്ക് ആരും തരാത്ത വേഷമാണ്. അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. അത് ഹനീഫിൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം കൂടെ കൊണ്ട് പ്രേക്ഷകർ അത് സമ്മതിച്ചു തന്നു. ഓക്കെ, ടോണി ഐസക് ഓക്കെ. അതേപോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇനിയും ഇതിനേക്കാളും ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു സബ്ജക്റ്റ് ഞാൻ കേട്ടു. അത് വളരെ ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിനകത്ത് അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കൊലപാതകം അങ്ങനെയൊന്നും അല്ല, പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു യാഥാസ്ഥിതികനായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ലാത്ത ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. അത് പ്രോജക്റ്റാക്കി മാറ്റാൻ ഉള്ള കടമ്പ ഒരുപാട് കടക്കേണ്ടതായിട്ടുണ്ട്. ആ സംവിധായകൻ സ്ട്രഗിൾ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ. അതത്ര ഈസി അല്ല, പക്ഷേ അത് പ്രോജക്റ്റാക്കി മെറ്റീരിയലൈസ് ചെയ്താൽ അത് നന്നാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള റൂൾസ്. ഇനി ഹ്യൂമറിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഹരിഹർ നഗറിലെ അപ്പോൾ കുട്ടൻ, ഗോഡ് ഫാദർ എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ, ഹിറ്റ്ലർ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെയൊക്കെ മറികടന്നിട്ടുള്ളൊരു ക്യാരക്ടർ ഈ ഏജിൽ നമ്മൾ അതിൻ്റെ ഒന്നും ഷെയ്ഡ്സ് ഇല്ലാത്ത ഒരു ഗംഭീര കോമഡി ക്യാരക്ടർ, അതിനായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇപ്പോൾ കോമഡി ക്യാരക്ടേഴ്സ് വരുന്നത് കുറവാണ്. ഈ ക്യാരക്ടർ റോൾസിന്റെ ഈ ഷെയ്ഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു കോമഡിക്ക് വേണ്ടി വരാനുള്ളതായിരുന്നു. മാർക്കോക്ക് ശേഷം ആരും വരുന്നില്ല. വരാതിരിക്കില്ല, തീർച്ചയായിട്ടും വരും. അപ്പോൾ എന്തായാലും അതിനെല്ലാം വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ആഭ്യന്തര കുറ്റവാളി ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. സഹദേവന്റെ സത്യസന്ധത എല്ലാവരും അറിയട്ടെ. സഹദേവന്മാരുടെ എല്ലാ സഹദേവന്മാരെയും ആളുകൾ അവരുടെ സത്യസന്ധത പുറത്തു വരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.